ഓണം സ്പെഷ്യൽ ഹെയർ സ്റ്റൈൽ സീരീസിന്റെ തേർഡ് ഡേ ആയി ഇന്ന് നമ്മളൊരു ബൺ ഹെയർ സ്റ്റൈലാണ് ചെയ്യുന്നത്. എപ്പോഴും ചെയ്യുന്ന ബണ്ണിൽ നിന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടൊരു ബൺ ഹെയർ സ്റ്റൈൽ. സോ കണ്ടുനോക്കിയാലോ. സെന്റർ പാർട്ടീഷൻ എടുത്ത് മുടി നന്നായി ഈരി ഒതുക്കിയിട്ട് രണ്ട് സൈഡിലെയും ഫ്രണ്ട് ഏരിയയിലെ മുടി കുറച്ചധികം വിട്ടതിന് ശേഷം ക്രൗൺ ഏരിയയിലെ മുടി മാത്രം ബാക്കിലേക്ക് എടുത്ത് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ഒന്ന് സ്ലൈഡ് ചെയ്ത് സെക്യൂർ ചെയ്ത് വെക്കുക. ഇനി ഫ്രണ്ടിലേക്ക് വിട്ട മുടി ഓരോ സെക്ഷനായി എടുക്കുക. കുറച്ച് മുടി ഫേസിലേക്ക് വീഴുന്ന രീതിയിൽ വേണമെന്നുള്ളവർ അങ്ങനെ വിട്ടതിന് ശേഷം ഓരോ സെക്ഷൻ എടുത്ത് ട്വിസ്റ്റ് ചെയ്ത് ക്രൗൺ ഏരിയയിൽ ഹെയർ ക്ലിപ്പ് ചെയ്തതിന്റെ താഴെ വരുന്ന രീതിയിൽ കൊണ്ട് പിൻ ചെയ്യുക. കുറഞ്ഞത് 3 സെക്ഷനെങ്കിലും ട്വിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ വന്നാലേ ഈ ഭാഗത്തിന് കാണാൻ ഭംഗിയുണ്ടാവുള്ളൂ. സോ എല്ലാ ഭാഗവും ആ ക്രൗൺ ഏരിയ കൊണ്ട് സ്ലൈഡ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഒരു സെക്ഷൻ ഡണ്ണായി. ഇനി നെക്സ്റ്റ് സെക്ഷനിലും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഓരോ സെക്ഷനും ട്വിസ്റ്റ് ചെയ്യുമ്പോഴും പരമാവധി ടൈറ്റിൽ ട്വിസ്റ്റ് ചെയ്യണം, എന്നാലേ ഫൈനലിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. സോ നമ്മുടെ 2 സെക്ഷനും കഴിഞ്ഞു. ഇതാണ് ആ ട്വിസ്റ്റ് ചെയ്തതിന്റെ സൈഡിൽ നിന്നുള്ള വ്യൂ കേട്ടോ. പക്ഷേ ഹെയർ സ്റ്റൈലിന്റെ ബാക്കിൽ നിന്നുള്ള വ്യൂ കുറച്ച് മെസ്സാണ്. അത് നമുക്ക് ഇപ്പോൾ റെഡിയാക്കാം. നമ്മൾ ക്രൗൺ ഏരിയയിൽ ആദ്യമേ ക്ലിപ്പ് ചെയ്ത് വെച്ച ആ ഒരു മുടിയിൽ അതിന്റെ ക്ലിപ്പ് അങ്ങ് അഴിച്ച് മുടി അങ്ങ് ഏരി ഒതുക്കുമ്പോഴേക്കും നമ്മുടെ ബാക്കിൽ നിന്നുള്ള ആ മെസ്സിനെസ് അങ്ങ് മാറി കിട്ടും. ഈ ഒരു ഹെയർ സ്റ്റൈൽ വേണമെങ്കിൽ ഇവിടെ വെച്ച് നിർത്താട്ടോ. പക്ഷെ ഞാനൊരു ബൺ ഹെയർ സ്റ്റൈലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ബാക്കിൽ നിന്നുള്ള കംപ്ലീറ്റ് ഹെയർ നമ്മളൊന്ന് ഒതുക്കി ഒന്ന് ബുഷ് ചെയ്യുന്നതാണ്. ഇനി ഈ ഒരു മുടി കുറച്ച് ലൂസായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് നമ്മളൊരു ബണ്ണ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. എന്റെ പോർഷനിൽ യൂപ്പിനോ ഈർക്കിൾ സൈഡ് വെച്ച് സെക്യൂർ ചെയ്യാം കേട്ടോ. സോ നമ്മുടെ ഹെയർ സ്റ്റൈൽ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ലുക്കിനെ ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ മുല്ലപ്പൂ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു മുഴ മുല്ലപ്പൂ മാത്രം എടുത്തിട്ടുള്ളൂ. ആ മുല്ലപ്പൂ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് നമ്മളെ ബണ്ണിന്റെ അടിഭാഗത്ത് മാത്രം ഒരു യു ഷേപ്പിലാണ് ഞാൻ മുല്ലപ്പൂ കുത്തുന്നത്. ഇതും കൂടെ ആയപ്പോഴേക്കും ഹെയർ സ്റ്റൈൽ കംപ്ലീറ്റ് ആയി. സോ ഇതാണ് നമ്മുടെ ഹെയർ സ്റ്റൈലിന്റെ ഫൈനൽ റിസൾട്ട്. എങ്ങനെയുണ്ട്? ട്രഡീഷണൽ വെയർസിന്റെ കൂടെയും എത്തനിക് വെയർസിന്റെ കൂടെയും ഈ ഒരു ഹെയർ സ്റ്റൈൽ പെർഫെക്റ്റ് ഫിറ്റ് ആട്ടോ. അപ്പോൾ ഈ ഒരു ഓണത്തിന് എന്തായാലും ഈ ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ലോങ് ഹെയർസിനും ഷോർട്ട് ഹെയർസിനും ഈ ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്യാം കേട്ടോ. ഷോർട്ട് ഹെയർസ് ഉള്ളവർക്ക് ഈ ബണ്ണിന്റെ വലിപ്പം കുറച്ച് കുറയാന്നേ ഉള്ളൂ. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഓണം ഹെയർ സ്റ്റൈൽ. കാണുമ്പോൾ ലേശം ടഫായിട്ട് തോന്നുമെങ്കിലും ചെയ്ത് നോക്കിയാൽ വളരെ സിമ്പിൾ ആണ്. അപ്പോൾ നമ്മുടെ ഹെയർ സ്റ്റൈൽ സീരീസിന്റെ ഇന്ന് വരെയുള്ള ഹെയർ സ്റ്റൈൽസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടി ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. 4th പാർട്ടുമായിട്ട് നാളെ കാണാം.